നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋഷി സാറോ? ഋഷി സാർ, എവിടേക്കാ? വിളിച്ചിട്ട് നിക്കാതെ? അതോ ഇനി എന്നെ കണ്ടില്ലേ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഓട്ടോ, ആ കാറിന്റെ പിന്നാലെ പോണം. ചേട്ടാ, ഒന്ന് വേഗം പോവോ? തിരക്കല്ലേ, ഇത്ര സ്പീഡിലേ പോകാൻ പറ്റും. ചേട്ടാ, ഇത് ഇവിടെ നിർത്തിക്കാം. അത് ശരി, ഇവിടെ കാണാനല്ലേ പാഞ്ഞു പിടിച്ചു വന്നത്. ഇന്നലെ വലിയ പ്രശ്നമായിരുന്നേ. ആ മോതിരമില്ലേ എനിക്ക് തന്ന പ്രസന്റ്, അത് ചേച്ചി കണ്ടു. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ ഡ്യൂപ്ലിക്കേറ്റ് 1 ഗ്രാം ഗോൾഡ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചേച്ചി അത് വിശ്വസിക്കുന്ന മട്ടില്ല. ഓ, അത് ശരി. അപ്പൊ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞല്ലേ? വച്ചിട്ടുണ്ടടി നിനക്ക്. എന്തിനാ ചേച്ചിയോട് കള്ളം പറഞ്ഞേ? ഉള്ള സത്യം തുറന്നു പറഞ്ഞൂടായിരുന്നു അയാൾക്ക്. എന്ത് സത്യം? ഈ ഉള്ളവനോട് അഗാധവും അന്ധവുമായ തീവ്രമായ പ്രണയത്തിലാണുള്ള സത്യം. ഏടാ, പറഞ്ഞാ മതി, അപ്പൊ കിട്ടുക. പറയാതെ തന്നെ എനിക്ക് ശരിക്കും ഡോസ് കിട്ടി. കിട്ടിയ ചാൻസ് കളഞ്ഞു കുളിച്ചു. നമ്മുടെ റിലേഷൻ വീട്ടിൽ പറയാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ കിട്ടിയത്? അയ്യടാ, ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യം മൂത്ത പെൺകുട്ടിക്ക് കല്യാണാലോചന വരിക. എനിക്കും ഉണ്ടൊരു ചേട്ടൻ, അവിവാഹിതൻ. പക്ഷേ റോങ് സൈഡിൽ കൂടെ കയറിയാണെങ്കിലും ഞാൻ ഓവർടേക്ക് ചെയ്യും. ചേച്ചിക്കാണെങ്കിൽ കല്യാണത്തെ പറ്റി ഒരു ചിന്തയും ഇല്ല. ഏട്ടനാണെങ്കിൽ കല്യാണം ആലോചിക്കാൻ പറ്റിയ ടൈം. എന്റെ കാര്യം എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ ആദ്യം വെട്ടുകത്തി എടുത്ത് ചാടുന്നത് സുലോചന ആന്റി ആയിരിക്കും. അതെന്താ? അയ്യോ, അവരറിഞ്ഞ വീട് രണ്ടായിട്ട് പിളരും. അവരത്രയ്ക്ക് ദുഷ്ടയാ? അങ്ങനെയല്ല, ചേച്ചി അവർക്ക് വലിയ ഇഷ്ടാ. എന്നെയാണെങ്കിൽ കണ്ണെടുത്താ കണ്ടൂടാ. കണ്ണെടുത്താൽ എങ്ങനെയാണോ കാണുന്നത്? ദേ, ചേച്ചിയുടെ വിവാഹം കഴിയുന്നവരെ നമ്മുടെ ഈ റിലേഷൻ പരമ രഹസ്യമായിരിക്കണം പ്ലീസ്. അല്ല, ഇതെന്തിനാ? എനിക്ക് നീലക്കല്ല് പതിപ്പിച്ച് ഈ സ്വർണ്ണ മോതിരം ഇട്ട് തന്നപ്പോ പകരം ഒരു റോൾഡ് ഗോൾഡെങ്കിലും ഞാൻ തരണ്ടേ? നമ്മളൊക്കെ പാവങ്ങളാണേ. നിന്റെ ഉള്ളിലെ തീവ്രമായ പ്രണയം കാരണം ഈ റോൾഡ് ഗോൾഡും അമൂല്യമായി മാറിക്കഴിഞ്ഞു. ഇനി ഇവരുടെ ബന്ധം ഒരു നിമിഷം പോലും വളരാൻ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ വൈകി, എത്രയും പെട്ടെന്ന് ഇത് കലക്കിയേ തീരൂ. നാട്ടുനടപ്പനുസരിച്ച് വളയിടൽ ചടങ്ങ് കഴിഞ്ഞാ കുടുംബത്തിൻ്റെതായി കഴിഞ്ഞു. പിന്നീട് കുടുംബത്തിലേക്ക് വന്നാ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം എന്നാ ചട്ടം. എടാ മോനെ, മരുമോള് വന്ന് കണ്ടില്ലേ?
മുത്തശ്ശനെയും കൂട്ടി വന്നത് കല്യാണത്തിന് നേരം കുറിപ്പിക്കാനായിരിക്കും അല്ലേ? അതിനല്ല സ്വർണ്ണമേ ഞങ്ങൾ വന്നത്. നിങ്ങളുടെ ബലമായ വീട്ടിൽ വന്നെന്ന് കരുതി അതെങ്ങനെ കല്യാണം ഉറപ്പിക്കലാവും? വാങ്ങിയ കടം തീർക്കാൻ ഈ കൊച്ചിന്റെ ജീവിതം ബലി കൊടുക്കണമെന്നാ ഞങ്ങളുടെ തീരുമാനം. തരാനുള്ള പൈസയ്ക്ക് പകരം ഞങ്ങൾക്ക് ആകെയുള്ള കിടപ്പാടും ആ 9 സെന്റ് സ്ഥലവും നിങ്ങൾക്ക് തന്നേക്കാം. നല്ല കാര്യമായി പോയി. ഈ കാട്ടിനകത്ത് 9 സെന്റ് സ്ഥലവും തീപ്പെട്ടിക്കൂട് പോലുള്ളൊരു വീടും എല്ലാം കൂടി പെറുക്കി കൂട്ടി വിറ്റാലും കഷ്ടിച്ചൊരു 5 ലക്ഷം രൂപ പോലും തികയത്തില്ല. എനിക്ക് കിട്ടാനുള്ളത് 11 ലക്ഷം രൂപയാണ്. മുറപ്രകാരം വളയിട്ട് കഴിഞ്ഞാലേ ഇവള് ഭദ്രന്റെ പെണ്ണായി കഴിഞ്ഞു. എന്റെ സമ്മതപ്രകാരം അല്ലല്ലോ അന്നങ്ങനെ നടന്നത്. ചുമ്മാ പറഞ്ഞ ആളെ പറ്റിക്കാതെ റിസോർട്ടുകാർക്ക് കൊടുത്താ 10-20 ലക്ഷം രൂപയെങ്കിലും കിട്ടും. കണക്ക് നോക്കിയാൽ 3 വർഷം കൊണ്ട് ഞങ്ങൾ തന്ന പലിശ തന്നെ 15 ലക്ഷത്തോളം ആയി. അത് ശരി. എന്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് പലിശ കണക്ക് പറയുന്നോടി. അമ്മേ, ഇവളെ ഇപ്പൊ തന്നെ പിടിച്ച് ആ മുറിയിലിട്ട് പൂട്ടാം. ആരാ ഈ നാട്ടിൽ അത് ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കൊന്നും അറിയണം. വരട്ടടാ, അതിനുള്ള സമയമായിട്ടില്ല. ഏതായാലും ഇവള് നിന്റെ പെണ്ണായി കഴിഞ്ഞു. അതിനി മാറാനും പോകുന്നില്ല. ഛെ, എടോ മൂപ്പിലാനെ, കരഞ്ഞു എഴഞ്ഞും കാല് പിടിച്ച് കാശ് വാങ്ങി വീടും വെച്ച് ഒരുത്തി ദുബായിക്കങ്ങ് പോയി. അവളാണ് ഈ കണക്ക് പറഞ്ഞെങ്കിൽ ചെവിക്കുറ്റി അടിച്ച് ഞാൻ താഴെ ഇട്ടേനെ. അവൾ എഴുതി തന്ന പ്രോമിസറി നോട്ട് ഇപ്പോഴും എന്റെ അലമാരയിൽ ഇരിപ്പുണ്ട്. നിന്റെ ഒന്നും ഒരു പിത്തലാട്ടവും ഈ സ്വർണ്ണമ്മയുടെ മുന്നിൽ നടക്കില്ല. ആ തട്ടിക്കൂട്ടിയ വീടിന് 10-20 ലക്ഷം രൂപ കിട്ടും പോലും. ഏതവനായാലും അവനെ കണ്ട കാശ് വാങ്ങിക്കാൻ നോക്കാതെ അവിടെയുള്ള എല്ലാത്തിനും കൂടി ചേർത്തായിരിക്കും അവൻ വില പറഞ്ഞത്. അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇത്രയും നേരം മാന്യമായിട്ടാണ് സംസാരിച്ചത്. തന്നപണത്തിന്റെ ഈടായിട്ടാ പ്രമാണം തന്നത്. ഇപ്പൊ നിങ്ങൾ അന്യായം കാണിച്ചാൽ ഞാൻ നേരെ കോടതിയിൽ പോകും. ഒന്നാമത് ആരുടെയും കിടപ്പാടം ജപ്തി ചെയ്യാൻ കോടതിയും വരില്ല. കൊള്ള പലിശയ്ക്ക് പണം കൊടുക്കുന്നതും തെറ്റാ. ഇടോ പേട്ട് കളവാ. ഇട എല്ലും തോലുമല്ലേ ഉള്ളൂ. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇരിപ്പതാ. ഇതിനുള്ള മറുപടിയൊന്നും എനിക്ക് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല. തൽക്കാലം ഞങ്ങൾ പോവുക. ഇടോ തന്നെയാണെന്ന്. വേണ്ട, പൊയ്ക്കോട്ടെ. എവിടെ വരെ പോകുന്നു നമുക്കൊന്ന് കാണാലോ. അമ്മേ, പ്രമാണം രജിസ്റ്റർ ചെയ്തിട്ട് ഉടുതുണി ഇല്ലാതെ ഇറക്കി വിടണ ഇവറ്റകളെ. പോകാൻ വേറെ വഴിയില്ലാതെ നമ്മുടെ കാല് പിടിക്കാൻ വരും. അന്നേരം വേണം നമ്മളാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ. മുത്തശ്ശ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.